കോഴിക്കോട് തിരുവമ്പാടി പുല്ലുരാംപാറയ്ക്ക് സമീപം KSRTC ബസ് കാളിയമ്പുഴയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരണം 2 ആയി. ഗുരുതരമായി പരിക്കേറ്റ് തിരുവമ്പാടി ലെസ ആശുപത്രിയിൽ എത്തിച്ച ആനക്കാംപോയിൽ സ്വദേശിനി ത്രേസ്യാമ്മയും ഓമശ്ശേരി ശാന്തി ആശുപത്രിയിൽ എത്തിച്ച കണ്ടപ്പൻചാൽ സ്വദേശിനി കമലവുമാണ് മരിച്ചത്. 40-ലധികം പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. ബസ് ആനക്കാമ്പലം തിരുവമ്പാടിക്ക് വരുന്ന വഴി കാളിയാമ്പുഴ എത്തുന്നതിന് മുമ്പുള്ള കല്ലിന്റെ സൈഡിൽ ഇടിച്ചിട്ട് പുഴയിലോട്ട്. വണ്ടിക്ക് സൈഡ് കൊടുത്താണോ? അല്ല, വണ്ടിക്ക് സൈഡ് കൊടുത്താൽ കണ്ടില്ല. വേറെ വണ്ടി ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നോ? എല്ലാ സീറ്റിലും ആളുണ്ടായിരുന്നു. സീറ്റുണ്ടായിരുന്നു അല്ലേ? നിങ്ങളുടെ പേരെന്താ? ഗുരുതരമായി പരിക്കേറ്റ 4 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. KSRTC ബസിന്റെ ഡ്രൈവറും കണ്ടക്ടറും ഓമശ്ശേരി ശാന്തി ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഏകദേശം 2 മണിയോട് കൂടിയാണ് ഈ ഒരു വിവരം പുറംലോകത്തേക്ക് എത്തുന്നത്. 2 മണിയോട് കൂടി നമുക്ക് വന്ന ആദ്യത്തെ മെസ്സേജ് തന്നെ ഇങ്ങനൊരു ബസ് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഉടൻ തന്നെ അവിടെ രക്ഷാപ്രവർത്തനത്തിന് ആളില്ല എന്നുള്ളൊരു സാധനമാണ് ആദ്യം എത്തിയത്. ഉടൻ തന്നെ മുക്കത്തു നിന്നുള്ള ഫയറിന്റെ ടീമിന്റെ കൂടെ തന്നെ സിവിൽ ഡിഫൻസ് അടക്കമുള്ള നാട്ടുകാരും നാട്ടിലെ ഒരുവിധം എല്ലാ സന്നദ്ധ സംഘടന അടക്കമുള്ള എല്ലാ ടീമും ഉടൻ തന്നെ എന്ത് ചെയ്ത് ഈ സ്ഥലത്തേക്ക് എത്തുകയും തുടർന്ന് അവിടെ വലിയ രീതിയിലുള്ള പരിശ്രമമാണ് ആ സമയത്ത് നടന്നത്. അപകടത്തിൽ CMDയോട് ഗതാഗത മന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് മന്ത്രിയുടെ നിർദ്ദേശം. കോഴിക്കോട് റൂറൽ SP P നിതിൻ രാജ് സംഭവസ്ഥലം സന്ദർശിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് നടന്ന ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇന്ന് അപകടത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ വിവിധങ്ങളായിട്ടുള്ള പ്രധാനമായിട്ടും 4 ഹോസ്പിറ്റലുകളിൽ ഇപ്പൊ ചികിത്സയിലാണ്. ഇതുവരെ 2 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം ബാക്കി 25ഓളം പേര് ഇപ്പൊ വിവിധങ്ങളായിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ ചികിത്സയിലാണ്. ആശുപത്രിയിലുള്ള 3 പേര് ഇപ്പോൾ ഓൾറെഡി ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ബാക്കി ആൾക്കാരുടെ സ്ഥിതി തൃപ്തികരമാണ് എന്ന രീതിയിലാണ് ഡോക്ടർമാരോട് സംസാരിച്ച സമയത്ത് മനസ്സിലാവുന്നത്. 2 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 മരണവുമായി ബന്ധപ്പെട്ടുള്ള ഇൻക്വസ്റ്റുകൾ ഇന്ന് തന്നെ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ പോലീസ് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള FIR പോലീസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപകടവുമായി ബന്ധപ്പെട്ടിട്ട് ഏത് രീതിയിലേക്കുള്ള സാഹചര്യമാണ് ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള അന്വേഷണം പോലീസ് ഊർജിതമാണ്. സീ മലയാളം ന്യൂസ്, കോഴിക്കോട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.